ആലപ്പുഴ മാന്നാറിൽ യുവതിയെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. ഭർത്തൃവീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കണ്ടെത്തിയത് മൃതദേഹാവശിഷ്ടമെന്ന സംശയം. ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലീസ്. ഭർത്താവിന്റെ സുഹൃത്തുക്കളായ 5 പേർ കസ്റ്റഡിയിൽ. ജനം മതേതരത്വത്തിന് വോട്ട് ചെയ്തെന്ന് പ്രധാനമന്ത്രി. പ്രീണന രാഷ്ട്രീയം തള്ളിക്കളഞ്ഞെന്നും പ്രധാനമന്ത്രി. समर्पण भाव से जन सेवा ही प्रभु सेवा, इस मंत्र को चरितार्थ करते हुए हमने जो कार्य किया है. നന്ദി പ്രമേയ ചർച്ചയുടെ മറുപടിക്കിടെ പ്രതിപക്ഷ ബഹളം. നടുത്തളത്തിലിറങ്ങി കോൺഗ്രസ് അംഗങ്ങൾ. DGP ദർവേഷ് സാഹിബിനെതിരെ അന്വേഷണം ആരംഭിച്ച ആഭ്യന്തര വകുപ്പ്. അന്വേഷണം ഭൂമി വിൽപ്പന വിവാദത്തിൽ. അഡ്വാൻസ് തുക തിരികെ നൽകി കേസ് ഒത്തുതീർപ്പാക്കാൻ നീക്കമെന്ന് കണ്ടെത്തൽ. കയറ്റുമതി ചെയ്യുന്ന പച്ചക്കറികൾ സൂക്ഷിക്കാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ സംവിധാനമൊരുക്കും. വിഷയത്തിൽ ഇടപെട്ട ET മുഹമ്മദ് ബഷീർ MP എയർപോർട്ട് ഡയറക്ടറോട് വിശദാംശങ്ങൾ തേടി. നടപടി പച്ചക്കറികൾ നശിക്കുന്നുവെന്ന കേരള വിഷൻ ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായത് അടിത്തറ ഇളക്കിയ പരാജയമെന്ന CPM. ഒരു സ്വാധീനവും ഇല്ലാത്ത മേഖലകളിലും BJP വോട്ടുയർത്തി. CPM ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായി. പരാമർശം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിൽ. കേരള വിഷൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്. കോഴിക്കോട് മാളിക്കടവ് തണ്ണീർപന്തൽ റോഡിന്റെ തകർച്ചയിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. പരാതി പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ട് കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര. നാവ കുഴിയടയ്ക്കാം. തകർന്ന് തരിപ്പണമായി മലപ്പുറം പരപ്പനങ്ങാടി കൊടപ്പാളി റോഡ്. ഇത് റോഡാണോ തോടാണോ കുളമാണോ എന്നൊന്നും മനസ്സാകാത്തൊരു സാഹചര്യമാണുള്ളത്. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ തുടരുന്നു. നെതർലൻഡ്സ് റൊമാനിയയും ഓസ്ട്രിയ തുർക്കിയെയും നേരിടും. ക്വാർട്ടറിൽ ഇടം നേടി ഫ്രാൻസും പോർച്ചുഗലും.